കുറഞ്ഞ വിലയ്ക്ക് ടെൻഡർ കോട്ട് ചെയ്ത് കമ്പനിയിൽ നിന്ന് ഗ്ലൗസ് വാങ്ങാത്ത കോർപ്പറേഷൻ്റെ ഇടപാട് തന്നെയാണ്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടതിനെ തുടർന്നാണ് കൂടുതൽ തുക കോട്ട് ചെയ്ത കമ്പനികളുമായി KMSC കരാറുണ്ടാക്കിയതെന്നാണ് ഉയർന്നുവരുന്ന ആക്ഷേപം. ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാത്തത് കൊണ്ടാണ് മറ്റ് കമ്പനികളെ ഒഴിവാക്കിയതെന്നാണ് KMSC നൽകുന്ന വിശദീകരണം. 10 കോടി രൂപയുടെ ഗ്ലൗസ് ഇടപാടിൽ നിന്നാണ് തുക കുറച്ചു ക്വാട്ട് ചെയ്ത കമ്പനിയെ KMSC ഒഴിവാക്കിയത്. എക്സാമിനേഷൻ ഗ്ലൗസിന്റെ മീഡിയം ലാർജ് ഇനത്തിൽ 9,75,00,000 രൂപയുടെ ഓർഡർ രണ്ടാമത്തെ കമ്പനിക്ക് നൽകുകയായിരുന്നു. 2 ഇനം ഗ്ലൗസുകളും 3 രൂപ 30 പൈസയ്ക്ക് നൽകാമെന്ന് മഹാരാഷ്ട്ര കമ്പനി ക്വാട്ട് ചെയ്തിരുന്നു. എന്നാൽ മീഡിയം ഇനത്തിൽ 3 രൂപ 79 പൈസയും ലാർജ് ഇനത്തിൽ 3 രൂപ 90 പൈസയും ക്വാട്ട് ചെയ്ത കമ്പനിക്ക് കരാർ നൽകി. അതേസമയം ടെൻഡറിൽ 3 രൂപ 90 പൈസ ക്വാട്ട് ചെയ്ത മൂന്നാമത്തെ കമ്പനിയെയും പ്രവൃത്തി പരിചയം കുറഞ്ഞെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നു. ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് ഒഴിവാക്കിയതെന്നാണ് ആരോപണം. ഈ തുച്ഛമായ ഗ്ലൗസിന് വളരെയധികം വില കൊടുത്തുകൊണ്ട് കമ്പനിയെ ഉണ്ടാകുന്ന ഈ അവസരം ആരുടെ ആവശ്യപ്രകാരമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് മെഡിക്കൽ കോളേജ് സംരക്ഷണ സമിതി. എക്സാമിനേഷൻ ഗ്ലൗസിന്റെ കുറഞ്ഞ നിരക്ക് ക്വാട്ട് ചെയ്ത L1 വരുന്നതാണ് മഹാരാഷ്ട്ര കമ്പനി. നിരക്ക് കൂടുതൽ കാണിച്ച സെന്റ് മേരീസ് റബ്ബേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കേരളത്തിലുള്ള കമ്പനിയാണ്. മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാലാണ് മറ്റ് 2 കമ്പനികളെയും ഒഴിവാക്കിയതെന്നാണ് KMSCC അധികൃതർ പറയുന്നത്. S. വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.